സമയം രാവിലെ 3:45. ഇവനൊന്നും ഉറക്കോ ഇല്ലെന്നായിരിക്കും കാണുന്നവർ ചിന്തിക്കുന്നത്. ഇന്നൊരു യാത്ര ഉണ്ട് കേട്ടോ, അതിനുവേണ്ടി ബാഗ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ആ പാക്ക് ചെയ്ത ബാഗ് എല്ലാം കൂടെ കെട്ടിപ്പറക്കി എടുത്ത് വണ്ടിയുടെ ഡിക്കിലോട്ട് കയറ്റുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ എന്തായാലും ബാഗൊക്കെ ഡിക്കിലേക്ക് വെച്ച് ഇനിയിപ്പോൾ അടുത്ത് എന്തായാലും യാത്ര തിരിക്കാനുള്ള രംഗമാണ്. ഭാര്യ രാവിലെ തന്നെ വന്ന് യാത്രയാക്കാനായിട്ട് നിൽപ്പുണ്ട്. ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ യാത്രയും പറഞ്ഞ് ഞാൻ എന്താ ഇവിടെ തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ MC റോഡ് വഴി യാത്ര ചെയ്ത് എരുമേലി മുണ്ടക്കയം റൂട്ട് വഴി കയറി നേരെ എത്തിയത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലാണ്. ഇത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? കണ്ട ആ ഫുൾ വ്യൂ കണ്ടാൽ മനസ്സിലായില്ലേ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് തന്നെയാണെന്ന്. പക്ഷേ വാട്ടർഫാൾസിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ വറ്റി വരേണ്ട വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് കണ്ട് കുറച്ചു നേരം അവിടെ തന്നെ നമ്മൾ ചിലവഴിച്ച്. എന്തായാലും ഇങ്ങനെ കാണാൻ വളരെ ശോകമായിരുന്നു കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ബോറായിരുന്നു അവിടെ. ഇത് നമ്മളൊരു 2 മാസം മുന്നേ ഇതുവഴി വന്നപ്പോൾ ഉള്ള അവസ്ഥയായിരുന്നു. കണ്ട ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ഈ ഒരു കാലാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും വെള്ളമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലെ സ്ഥലം കിട്ടത്തില്ല. നമ്മളെ ഒരുപാട് ദൂരെയൊക്കെ പാർക്ക് ചെയ്ത് നടന്നു വന്നുകൊണ്ട് കണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഉള്ളൊരു സമയമാണ് നല്ല വെള്ളച്ചാട്ടമുള്ള സമയത്ത്. ഇപ്പം ഉണ്ട് അതെല്ലാം ഒഴിഞ്ഞ് ആകെ ശോകമായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കുമളി വഴി കമ്പത്തേക്കാണ് വന്നത്. കമ്പത്തെത്തിയ ഉടനെ ആദ്യം കണ്ട ഒരു പെട്രോൾ പമ്പിൽ കയറി വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണ അടിക്കാന്ന് വെച്ച്. എണ്ണയിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ എന്തായാലും എണ്ണ അടിക്കുന്നത് അവിടെ നിന്ന് തന്നെ ആയിരിക്കും. അങ്ങനെ വണ്ടിയുടെ വിശപ്പ് മാറിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങി. അപ്പോഴും നോക്കിയപ്പോൾ അതാ നല്ല യമണ്ടൻ കരിക്ക് കിടക്കുന്നതാണ്. അങ്ങനെ വെച്ചെങ്കിൽ പിന്നെ ഓരോ കരിക്ക് കുടിക്കാണ്. സംഭവം നമ്മളെ നാട്ടിൽ വരുന്ന കരിക്കിൻ്റെയൊക്കെ ഡബിൾ കരിക്കാണ്. പറഞ്ഞാൽ അത്രയും നല്ല സൈസ് കരിക്കായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഓരോ കരിക്ക് വാങ്ങി കുടിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കരിക്കേ കുടിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ വിശപ്പും ദാഹവും എല്ലാം മാറി. അത്രയ്ക്ക് ഫുൾ ലോഡായിരുന്നു. അങ്ങനെ നമ്മൾ കരിക്കുടിയെ കഴിഞ്ഞ് നമ്മുടെ യാത്ര ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ? കൊടൈക്കനാലിന്റെ ഹൃദയഭാഗത്താണ്. കൊടൈക്കനാൽ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ കണ്ട ഒരു വ്യത്യസ്തമായ സ്ഥലപ്പേരുണ്ടോ? കണ്ടപ്പോൾ ചിരി സഹിച്ചില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് 2 ഫോട്ടോയും എടുത്ത് അതുപോലെ ഞങ്ങളെ കാണിക്കാമെന്ന് വെച്ച് നമ്മളൊരു 3:30 മണിയായപ്പോൾ തന്നെ കൊടൈക്കനാൽ എത്തിയായിരുന്നു. ആ സമയം മുതൽ തന്നെ നല്ല കോടയായി തുടങ്ങി. അപ്പോൾ കൊടൈക്കനാലിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.